അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗസോ, പുതിയൊരു ഷെയ്ഖ് ഇറങ്ങിയിട്ടുണ്ടല്ലോടാ, ഇജ്ജ് അറിഞ്ഞിട്ടുണ്ട്? പുതിയൊരു ഷെയ്ഖ് ഇറങ്ങിയിട്ടുണ്ട്, പുതിയൊരു നബിയും കൂടിയാണ് അയാൾ. അങ്ങനത്തെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇജ്ജ് അറിഞ്ഞിക്കണോ? അറിഞ്ഞിക്കണെന്ന് കോമാടനാണ് വിട്ടള. അതിനും വലുതാണിത്, കോമാടൻ്റെയിലും വലുതാണ് ഇപ്പത്. കടിച്ചേക്കും വലുതാ മടിയിൽ അറിയില്ലേ? അന്ന മാതിരി കോമാടനെയും മീനങ്ങാട് സുലൈമാൻ്റെ ഒരൊക്കെ മേലെ നിൽക്കും. അത് അതിൻ്റെ ഒക്കെ മേലെ നിൽക്കും. അതൊന്ന് കേട്ടോ കാണി. മുസ്ലിമിൽ പറയുന്നത് മുഹമ്മദ് മരിച്ചുപോയി അവസാനത്തെ ആളായിരുന്നു. ഇനി മുഹമ്മദിന്റെ ആ ഗ്രന്ഥം കൊണ്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ആ ഗ്രന്ഥം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയുന്നില്ലല്ലോ. ഗ്രന്ഥം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയുന്നില്ലല്ലോ. പൊന്നര കാക്ക, ഗ്രന്ഥം വിശ്വസിച്ചുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ ഈ നടക്കുന്നത്. ഗ്രന്ഥമുണ്ടല്ലോ ഇവിടെ. അന്ധകാരത്തിൽ ആ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഷഹാദത്ത് കലിമയെ അറിയാതെ ആ ഫാത്തിഹ അറിയില്ല, ബിസ്മില്ലാഹി പോലും നിങ്ങൾക്കറിയില്ല മുസ്ലിങ്ങൾക്ക്. ഇതെല്ലാം ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് അതൊക്കെ ശരിക്കറിയും. സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്കൊക്കെ അതൊക്കെ ശരിക്കറിയും. കാണിക്കാം. ആ ബിസ്മില്ലാഹിയെ കാണിക്കാൻ മതി. ഞാനും നിങ്ങളുമാണ് ബിസ്മില്ലാഹി. ആ ഫാത്തിഹ, ആ അള്ളാഹു ദൃശ്യമായി വന്ന ആ ദൃഷ്ടാന്തമായ ഖുർആനാണ് ഫാത്തിഹ. ആ ഖുർആൻ ഓതി വേണം അള്ളാഹുവിനെ നമസ്കാരം, അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കണം. തീർച്ചയായും എന്തൊക്കെ ഇയാൾ പറയണെന്ന് അയാൾക്ക് തന്നെ തിരിയുന്നുണ്ടോ എന്ന് പഠിച്ച റബ്ബ് കണ്ടുട്ടോ. അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കണം, അതൊക്കെ അള്ളാഹിനെ കണ്ട് നിസ്കരിക്കുക തന്നെ വേണം. കാലം യകുൻ തറാഹു ഫഇന്നഹു യറാക. ഒന്നിരിക്കലും അള്ളാഹുവിനെ കണ്ട് നിസ്കരിക്കണം, അതല്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു അഖീദയിലായിരിക്കണം നിന്റെ വിശ്വാസത്തിലായിരിക്കണം നിന്റെ നിസ്കാരം. ഓക്കെ, ബാക്കി എന്താ പറയണ ഇയാള്? അത് നിങ്ങൾക്കറിയോ? ഇല്ല, ഞാൻ കാണിക്കാൻ. അപ്പൊ മുഹമ്മദാണ് അതെല്ലാം പറഞ്ഞത് എന്ന പോലെ മുഹമ്മദ് ഉണ്ടായേ പറ്റൂ. അപ്പൊ അന്ന് കാണിച്ച പോലെ മുഹമ്മദ് ഇന്നും നിങ്ങൾക്ക് കാണിച്ചു തരണം. 1500 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ ഇന്നും കാണിച്ചു തരണം. അങ്ങനെ കാണിച്ചു തരാൻ ഒരാള് വേണം. അതാരാ ആള്? ഒന്ന് നോക്കുക, ആളാരാന്ന്. അതിന് ആ മുഹമ്മദാണ് ഇവിടെ വന്നിരിക്കുന്ന. ഞാൻ കാണിക്കാം ഈ ലോകത്തിന്. എങ്ങനുണ്ട്? ആ മുഹമ്മദാണ് ഞാന്, ഇവിടെ വന്നിരിക്കുന്ന ഞാന്, ഈ ലോകത്തിന് ഞാനത് കാണിക്കാം. പുതിയ മുസൈലിമത്തുൽ കദ്ദാബ്. പുതിയ മുസൈലിമത്തുൽ കദ്ദാബാണ് ഈ വന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബിയാണെന്ന് വാദിച്ചു വന്ന ഒരാളുണ്ടല്ലോ, അതിൻ്റെ ആ തസ്തികയിലിരിക്കുന്ന ഒരാളാണ് ഇപ്പം ഈ പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഔലിയാക്കന്മാർ പറഞ്ഞിട്ട് വരുന്നത്. ഇവരിങ്ങനെ വന്ന് പറയുമ്പോൾ ഈ ന്യൂ ജനറേഷനിലുള്ള യുവാക്കളായ ചെറുപ്പക്കാരികളും ഈ യൂട്യൂബിലും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കുക, പൂർവികരായ ഔലിയാക്കന്മാരെ സംശയിച്ചു പോകും. പിന്നെ ഉഷാദിൻ്റെ ഒക്കെ വിഷയം അതാണ്. ഇവരിങ്ങനെ പറയുമ്പോൾ പൂർവികരായ ഔലിയാക്കന്മാരെ സംശയിച്ചു പോയേ, ഇവരൊക്കെ ഈ കാക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ആരല്ലേ എന്നുള്ളത് വിചാരിച്ചു പോകും. ഈ മുന്നേ മരണപ്പെട്ടു പോയ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ജാറത്തിങ്ങ പോയിക്കൊണ്ട് പറയുന്ന ആ ജാറത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളൊക്കെ ഇതുപോലെയാണെന്ന് ചിന്തിച്ചു പോകും. ഒരിക്കലും ചിന്തിച്ചു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇതുപോലത്തെ അന്തംഗമ്മികളൊന്നും അല്ല അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഔലിയാക്കന്മാർ. അസ്ഹാബുൽ വഖത്താണ് എന്ന് പറഞ്ഞ് നൗഷാദ് നടത്തുന്ന സുലൈമാൻ ബാബയും കോമാണ്ടിയും ഇതൊന്നും അല്ല അക്കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാർ കേട്ടോ. അക്കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാർ അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ്. അവർ അള്ളാഹുവിൽ സമർപ്പിച്ചവരാണ്. അവരുടെ ജീവിതം, അവരുടെ മുഴുവനും എല്ലാ കാര്യങ്ങളും അവർ അള്ളാഹുവിൽ സമർപ്പിച്ചവരായിരുന്നു ആ ഔലിയാക്കന്മാർ. മുൻകഴിഞ്ഞു പോയ മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ
അതുപോലെ തന്നെ ഉമർ ഖാദി മമ്പുറം തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ, ഏറുവാടി ശുഹദാക്കൾ, അതുപോലെ തന്നെ മുത്തുപേട്ട പാപ്പ, നാവൂർ ഷെയ്ഖ്, ഇതുപോലെ എവിടെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുണ്ടോ ആ മഹാന്മാരൊക്കെ നല്ല രൂപത്തിൽ വഫാത്തായി പോയവരാണ്. ഏതുപോലെയല്ല നമ്മുടെ സുലൈമാൻ ബാവൻ്റെയും അതുപോലെ തന്നെ കോമാണ്ടൻ്റെയും മാതിരിയല്ല, നൗഷാദി പറഞ്ഞുകൊണ്ട് എടുക്കുന്ന ആൾക്കാരെ പോലെ അല്ല. കാരണം അങ്ങനെ എങ്ങാനും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും? ഇതുപോലത്തെ കാക്കാരായിരുന്നോ എന്ന് നിങ്ങൾ ഔലിയാക്കന്മാരെ ചിന്തിച്ചു പോകും. അതുകൊണ്ടാണ് അങ്ങനെയല്ല എന്ന് പറയുന്നത്. അവരൊക്കെ അള്ളാഹുവിൻ്റെ ആ ലഹരിയിൽ ലയിച്ചവരായിരുന്നു. അള്ളാഹ് എന്നല്ലാതെ വേറൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ആളുകളായിരുന്നു അവരൊക്കെ. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാക്ക കണ്ടില്ല നിങ്ങൾ പറയുന്നത്, അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് ആ മുഹമ്മദ് നബി ഇല്ല. ആ മുഹമ്മദ് നബി ഇല്ലാത്തതിനിക്ക് പകരം വന്നയാളാണ് ഞാൻ. അതാണ് ഞാൻ. ഇയാൾ പറഞ്ഞത് അതാണ് ഞാൻ. അതുകൊണ്ട് എന്നിലൂടെ നിങ്ങൾക്കതറിയാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഇയാൾ എന്തായിപ്പോയി? മുസ്ലിം ആണെങ്കിൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരികയില്ല. അന്ത്യപ്രവാചകനായി വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദ് നബിക്ക് ശേഷം പിന്നെ ഒരു പ്രവാചകൻ ഇല്ല. അത് വരികയും ഇല്ല. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയില്ല എന്ന് തീർപ്പ് കൽപ്പിച്ച കാര്യമാണത്. എന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നത് അന്ന് മുഹമ്മദ് നബി ഉണ്ടായിരുന്നു കാണിച്ചു തരാൻ, എന്നാൽ ആ മുഹമ്മദ് നബിക്ക് പകരം വന്നയാളാണ് ഞാൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്. മിക്കവാറും നൗഷാദ് ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നൗഷാദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുലൈമാൻ ബാവനെയും കോമാണ്ടനെയും ചിലപ്പോൾ വിടാൻ സാധ്യതയുണ്ട്. ഇയാളടുത്തേക്ക് ഇങ്ങോട്ട് ചാടും. ഒരേക്കാട്ടിൽ ഒന്നും കൂടി ഒരു പദവി ഇയാൾക്കാണ് കൂടുതൽ. കാരണം അത് വേറെ ലെവലിലാണല്ലോ പറഞ്ഞു കൊണ്ടിരിക്കണത്. ഓലത് മടവൂര് നേരെ കൊടുത്തു, ഹൗസുല്ലാദമ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇത് അവിടുന്നും വിട്ടു. ഇത് നബി തന്നെ കൊടുത്തു. നബിൻ്റെ സ്ഥാനത്തേക്കാണ് വന്നിട്ടുള്ളത്. എന്താ ചെയ്യുക? ഓരോരുത്തരും ഓരോ കോലത്തിലും ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ച ഈ പാവപ്പെട്ട ജനങ്ങളെ കൊടുക്കുക. ഇതിലൊക്കെ ചെന്ന് ചേടുക. ഞാൻ എപ്പോഴും പറയില്ലേ, ഇതിലൊക്കെ ചെന്ന് ചേടുക മൂല്യന്മാരാ. ആദ്യം 1-ാം നമ്പറിൽ മൂല്യന്മാരുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും അലവലാദികൾ എവിടെയെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേന് അതിൻ്റെ മുന്നിൽ കൊടിയും പിടിച്ചുകൊണ്ട് അതിൻ്റെ മുരീദന്മാരായിട്ടും അതിൻ്റെ ഖലീഫമാരായിട്ടും ഉണ്ടരുതട്ടോ, പറയണ്ടട്ടോ, കുരുത്തക്കേട് കെട്ടും, ഒന്നും പറയണ്ട, കുരുത്തക്കേട് കെട്ടും, അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഉണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് മൂല്യന്മാരുണ്ടാവും. അതേമാതിരി സ്ത്രീകളുണ്ടാവും. കാരണം ഈ 2 ടീമിനാണ് കുറച്ച് ടൈം കിട്ടുക. രാവിലെ തിരുമ്പി കുളിച്ച് കണ്ട് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്കുള്ള പരിപാടി കഴിഞ്ഞ് പിന്നെ ഓല് ഫോണിലായി. മൂല്യന്മാർക്കും തന്നെ മദ്രസ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരെന്ത് ചെയ്യും? പങ്കെടുക്കണവരെ ഓല് ഓരോ ടൈമിലും ഫോണിലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഫോണ്, വാട്സപ്പ്, യൂട്യൂബ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് സ്ത്രീകളും മൂല്യന്മാരും. ഓലെന്നെയാണ് ഈ ആദി വണ്ടിയും വലിയിലൊക്കെ പോയി ഫസ്റ്റ് ചാടുക. എന്നിട്ട് ഓലതിങ്ങനെ വിശദീകരിച്ച് ഓലതിൻ്റെ ഒരു ഏജൻ്റായിക്കാണ്ട് ഇങ്ങനെ നടക്കുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ നൂറെ ഹബീബും അങ്ങനെ തന്നെയാണല്ലോ. അവിടെ കൂടുതൽ പോയാൽ കാണപ്പെടുക ആണുങ്ങളല്ല, കൂടുതൽ പെണ്ണുങ്ങളെ കാണുക. നൂറെ ഹബീബിലൊക്കെ പോയാൽ അവിടെയൊക്കെ കൂടുതൽ പെണ്ണുങ്ങളെ കാണുക. അങ്ങനത്തോടത്തൊക്കെ കൂടുതൽ പെണ്ണുങ്ങളെയാണ് കാണുക. പിന്നെ വല്ല പിരിവോ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുണ്ടെങ്കിൽ ആ മൂല്യന്മാരായിട്ട് അതിലുണ്ടാവുകയും ചെയ്യും. നമ്മൾ പറയാതിരിക്കാൻ വയ്യ. എന്തിനാണ് അങ്ങനത്തിലൊക്കെ പോയിട്ട് ചാടുന്നത്? ഈ മൂല്യന്മാരൊക്കെ എന്തിനാണ് അങ്ങനത്തിലൊക്കെ പോയി ചാടുന്നത്? മൂല്യന്മാർക്ക് ഷെയ്ഖാക്കണമെങ്കിൽ ഓരോ ഉസ്താദുമാരെ പിന്തുടർന്ന് പോയിക്കൂടെ?
ഇന്ന് മടവൂരിൻ്റെ ഏറ്റവും ഒരു മുരീദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് മാത്രമേ ഉള്ളൂ. വേറെ ആരാളുള്ളത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഇന്ന് മടവൂരിൻ്റെ ഒരു മുരീദ്, ഒരു ഖാലിസായ നല്ല ഇഖ്ലാസുള്ളൊരു മുരീദ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉള്ളത്. ബാക്കി ഒക്കെ തട്ടിപ്പാണ്. ഒക്കെ തട്ടിപ്പാണ്. ഒക്കെ മടവൂരിൻ്റെ മേലെ നിൽക്കാൻ വേണ്ടി കൊണ്ട് നോക്കിക്കൊണ്ട് എടുക്കണം. ഏതായാലും പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനത്തെ കെണിയിലും വലയിലും ഒന്നും പോയി ചാടാൻ ആദിക്കേ നിൽക്കണ്ട. നമ്മൾ പോണൊരു ത്വരീഖുണ്ട്, നമ്മൾ പഠിച്ചൊരു ത്വരീഖുണ്ട്, നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചു പോകുന്നൊരു ത്വരീഖുണ്ടല്ലോ. ആ ത്വരീഖിലൂടെ അങ്ങനെ പോവുക. ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ മണ്ടികാണ്ട് പോയി ആ ഈമാൻ നമ്മൾ പണയം വെക്കണ്ട. അതിനൊന്നും നമ്മൾ നിൽക്കണ്ട. നമ്മൾ നമ്മളേതായ ലെവലിൽ ഖുർആൻ ഓതി നിസ്കരിച്ച് ആ രൂപത്തിലൂടെ അങ്ങോട്ട് മരിച്ചു പോകാൻ ശ്രമിച്ചോളി. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇതേ മാർഗത്തിലൊക്കെ പോയി ചാടിയ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, നമ്മളുടെ തെക്കുവ നഷ്ടപ്പെട്ടു പോകും, നമ്മളെ നിസ്കാരങ്ങളൊക്കെ ഹലലായി പോകും, ആകെ തുമ്പില്ലാതായി പോകും. അത് വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിച്ച